നമസ്കാരം. യമനിലെ ഹൂതി വിമതർക്ക് മേൽ വ്യോമാക്രമണം നടത്തുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയാണ്. സൈനിക ഡ്രോൺ വഴിയെടുത്ത ദൃശ്യങ്ങളാണ് ട്രംപ് പുറത്തുവിട്ടത്. US നടത്തിയ ആക്രമണത്തിൽ 12-ലേറെ ഹൂതി വിമതർ കൊല്ലപ്പെട്ടിരുന്നു. തുറസായ സ്ഥലത്ത് ദീർഘവൃത്താകൃതിയിൽ നിന്നവർക്ക് മേൽ ബോംബാക്രമണം നടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പൊടുന്നനെ വൻതോതിൽ പുകയും പൊടിപടലങ്ങളും പ്രദേശത്ത് നിറയുന്നതും വീഡിയോയിൽ ദൃശ്യമാണ്. US-നെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഈ ഹൂതികൾ. ഇപ്പോൾ കഷ്ടമായി പോയി എന്നും അവർക്കിനി ആക്രമണം നടത്താൻ കഴിയില്ലെന്നും ഇവരിനി ഒരിക്കലും നമ്മുടെ കപ്പലുകളെ മുക്കുകയില്ലെന്നുമായിരുന്നു ട്രംപ് ഭീഷണിയുടെ സ്വരത്തിലും അഹങ്കാരത്തിന്റെ സ്വരത്തിലും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അടുത്തിടെയാണ് യമനിൽ US നടത്തുന്ന വ്യോമാക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുള്ളതെന്നും രാജ്യാന്തര സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെങ്കടലിൽ US കപ്പലുകൾക്കെതിരെ വിമതർ നടത്തുന്ന ആക്രമണത്തിൽ തിരിച്ചടിയാണ് വ്യോമാക്രമണമെന്ന് US-ന്റെ വിശദീകരണവുമുണ്ട്. ബുധനാഴ്ച യമനിൽ ഹൂതി വിമതർക്കെതിരെ US നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചെങ്കടലിൽ കൂടി പോകുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം ആരംഭിച്ചത്. കപ്പലുകൾക്ക് ആക്രമിച്ച് കടലിൽ മുക്കിക്കളയുകയാണ് ഹൂതികൾ ചെയ്യുന്നത്. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ ഇതുവരെ 67 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹൂതി വിമതരുടെ കണക്ക് പ്രകാരം പറയുന്നത്. അതേസമയം ഹൂതികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാന്റെ ശക്തി ക്ഷയിപ്പിക്കുമെന്നാണ് US-ന്റെ വിലയിരുത്തൽ. ഇറാനാണ് ഹൂതികൾക്ക് ആവശ്യമായുള്ള സഹായങ്ങളെല്ലാം നൽകുന്നതെന്ന് വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും വിമതർ സമ്മതിക്കുന്നതിനേക്കാൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. സാദാ പ്രവിശ്യയിൽ നടന്ന ആക്രമണങ്ങളിൽ 2 പേർ കൊല്ലപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂതികൾ തന്നെ അൽ മസീറ TV ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചാനൽ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ ഒരു ഇരുനില കെട്ടിടം പൂർണ്ണമായി തകർന്നതായി കാണാം. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ സൗരോർജ്ജ പവർ ഉപയോഗിച്ച് തന്നെ വിശേഷിപ്പിച്ച ഈ കെട്ടിടത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് തന്നെ മിഡിൽ ഈസ്റ്റിൽ നടന്ന മേഖലയിൽ കപ്പൽ ഗതാഗതത്തിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ മറുപടിയായി ട്രംപ് നേതൃത്വത്തിൽ യമനിൽ ശക്തമായ വ്യോമാക്രമണം നടക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഇതിനോടകം 69 പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ തന്നെ അവകാശപ്പെടുന്നു. എങ്കിലും തങ്ങളുടെ സുരക്ഷാ സൈനിക നേതൃത്വത്തിൽ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ലെന്ന് ഹൂതികൾ ആവർത്തിക്കുന്നു. എന്നാൽ ട്രംപ് ഓൺലൈനിൽ പങ്കുവച്ച ഒരു വീഡിയോ ഇതിന് വെല്ലുവിളിയായിരിക്കുന്നുവെന്ന് പറയാം. ആ വീഡിയോയിൽ കാണുന്ന നാശനഷ്ടങ്ങൾ ഹൂതി പറയുന്നതിനേക്കാൾ വലുതാണെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏതൻ യമൻ ഏപ്രിൽ യമന്റെ തെക്കൻ വലിയ പ്രവിശ്യയിൽ വ്യാഴാഴ്ച പുലർച്ചെ ഹൂതി പോരാട്ടത്തിൽ സർക്കാർ അനുകൂല സേനയും അതുപോലെ തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ആളപായം ഉണ്ടായതും ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകളുമാണ് മേൽ പറഞ്ഞതൊക്കെ തന്നെ ഇപ്പോൾ എല്ലാം ചർച്ചയാകുന്നത്.